ില്ല. അപ്പോൾ നമ്മുടെ കൊക്ക് തൈ കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിനെ രക്ഷപ്പെടുത്താൻ പോവാണ്. നമ്മുടെ പടങ്ങയിലാണ്, പച്ചക്കറിയുടെ പന്തലാണ് ഇത് കുരുങ്ങി കിടക്കുന്നത്. വലയോ? അത് കുഴപ്പമില്ല, അപ്പോൾ മുറിച്ചു വിടാം. അതിന് രക്ഷപ്പെടുവാണ്. രക്ഷപ്പെടട്ടെ. ഞാൻ എടുത്തോണ്ടല്ലോ. ഇവിടെ കത്തിയുണ്ട് തോന്നുന്നു. ഇവിടെ എവിടെയാ കത്തി കിടപ്പുണ്ട്. ബ്ലേഡ് മതിയോ? ആ, കത്തി എടുത്തോണ്ട് ചെയ്യാം. ഇവിടെ ഉണ്ട്. തുണി വേണം വേണോ? വേറെ തോർത്തോ? അല്ല, ഞാൻ വേറെ തുണി എടുത്തോണ്ട് ചെയ്യാം. ഞാൻ ഒരു മുണ്ടെടുത്തുണ്ട്, അല്ലെ പണി കിട്ടും ചിലപ്പം. കാക്കേനെ നോക്കണേ. കറങ്ങിപ്പോയി, വട്ടം പിടിച്ചു. കൊത്തരുത്. ഇങ്ങനെ പിടിച്ചു മൂടിയെടുക്കാം. അപ്പം ഞങ്ങൾ അതിനെ പിടിക്കാൻ പോവാന്ന്. ചാടിപ്പോയി. എടാ, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല, ഞങ്ങൾ നിന്നെ രക്ഷപ്പെടുത്താൻ വന്നേ. അപ്പം ഞങ്ങളെ കൊത്താതിരിക്കാൻ വേണ്ടി അതിനെ വട്ടം പിടിച്ചിട്ടുണ്ട്. മുറിച്ചു അതോട് മുറിച്ചു കുഴപ്പമില്ല, പോട്ടെ. പന്തൽ പിന്നെ കെട്ടാൻ കുഴപ്പമില്ല, അയച്ചു കൂട്ടി. അയ്യോ, കയറിയങ്ങ്. മുറിഞ്ഞിട്ടുണ്ട്. ഫോറസ്റ്റിനെ വിളിച്ചു കൊടുക്കണം. അല്ല, അത് കണ്ടിക്കാതെ ചിലപ്പോൾ മുറിയും. കത്രി എടുക്കാം നമുക്ക്. വീട്ടിൽ കത്രിയുണ്ട്. അത് വീട്ടിൽ പോകാം. ആ, അതല്ലേ ചിലപ്പോൾ ഇത്. അപ്പോൾ ഞങ്ങളിതിൻ്റെ ചിറകൊക്കെ കഴിഞ്ഞാൽ കുരുങ്ങി കിടക്കുക ഇത്ര സ്ഥലം. അപ്പോൾ നമ്മൾ അത് ഫോറസ്റ്റിനെ വിളിച്ച് കൊടുക്കണോ? റിലീസ് ചെയ്യാം. ഓക്കെ, ചോദിച്ചിട്ട്. ഇത് തിന്നുന്നേ. പക്ഷെ നമുക്ക് ഈ തോർത്തിലേക്കോ. അപ്പം നമ്മൾ ഇതിനെ കൊണ്ട് ഫ്ലൈറ്റോട്ട് പോവാണ്. കത്രിക വേണം, അല്ലെങ്കിൽ ചെറുത് മുറിയും. അയ്യോ, വീട്ടുകാർ ഇല്ല അമ്മ പറഞ്ഞേ അത് കുരുങ്ങി കിടക്കുന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അതിൽ കുരുങ്ങി കിടക്കുക, വിടുന്നില്ലത്. ഞങ്ങൾ മുറിച്ചെടുത്തു. കത്രിയുണ്ട്. അല്ല, ചിലപ്പോളേ ഇങ്ങോട്ട് ഇവിടെ വന്നേക്കാം. കാരണം നമ്മൾ തന്നെ ചെയ്തെന്ന് വീഡിയോ കത്തി കേട്ടിട്ട് അവസാനം പിന്നെ നമ്മൾ കുരുക്ക് പെടിയാവരുത്. ഇത് ഫോറസ്റ്റിനെ വിളിച്ച് അറിയിക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കുമോ? വേണ്ടായിരിക്കുമല്ലേ? ഒടിഞ്ഞു പോയോ? അതല്ലേ രക്ഷപ്പെടുമായിരിക്കും. പറക്കോ? അതോ നമുക്ക് ആരെ വിളിച്ചു കൊടുക്കാം? നമുക്ക് ഫോറസ്റ്റിനെ വിളിച്ചാലോ? വിളിക്കാം. ഇത് കഴിയുമ്പോൾ വിളിച്ചിട്ട് ഇങ്ങനെ കുരുങ്ങിപ്പോയി. അത് ഞങ്ങൾ ഇത് ചെയ്ത്, പക്ഷെ ചെറിയ സ്ഥലം ഡാമേജ് ഉണ്ടെന്ന് പറയാം. ഇത് മറ്റേ വരുന്ന പക്ഷിയാ, ഫോറസ്റ്റ്. ഇത് കേസാവും അല്ലെങ്കിൽ. അതെ, ദേശാടന പക്ഷിയാ. അതാ പ്രശ്നം. ഇപ്പം അതും ചെയ്യാൻ വയ്യാത്തൊരു കാലമാണ്. അയ്യോ, ആ സൈഡിൽ മൊത്തം ഉണ്ടല്ലേ. ആ ഒരു ഏരിയയിൽ മൊത്തം കണ്ടോ ഇങ്ങനെ കയറി കറങ്ങി. കാക്ക ഞോണ്ടിയതാ പ്രശ്നമാണ്. കാക്ക അതിന്റെ പുറകെ കൂടിയപ്പോളേ. ഇത് 3-4 ഉണ്ടെന്ന് ഇവിടെ. ഇത് നല്ല നമുക്ക് ഭയങ്കര ഹെൽപ്പാ. ആ അട്ട മൊത്തം പെറുക്കി തിന്നുന്നുണ്ട്.
അയ്യോ അവൻ തോല് ഇതിങ്ങനെ വരണം സ്വന്തം. ഒടിഞ്ഞു പോയി അത്രയും. കഴിഞ്ഞു വിട്ട് നോക്കണോ അതോ വിളിച്ച് പറയണോ? നമ്മളിപ്പോൾ എന്തായാലും അയ്യോ ഒടിഞ്ഞു പോയി. ജോയിന്റ് വിട്ടോ? വിളിച്ചവരെ കൊടുക്കണോ അതോ നമുക്ക് വിട്ടാൽ മതി? തുറന്നു വിടണോ? തുറന്നു വിട്ടാൽ ഏതെങ്കിലും പക്ഷി കൊത്തി കൊന്നാലോ? അങ്ങനെ കൊത്തി തിന്നത്തൊന്നുമില്ല. തുറന്നു വിടണോ? എന്നാ ആ ക്യാമറ എടുത്തോണ്ട് വരും. നമുക്ക് ക്യാമറക്കകത്ത് കിട്ടിക്കോ നമ്മൾ വിടുന്നത്. അല്ല പിന്നെ നമ്മളിതിനെ കൊന്നു എന്നൊന്ന് പറയാം. നേരെ പൊക്കി ഡിസ്പ്ലേ നോക്കിയാൽ മതി. ഡിസ്പ്ലേ അപ്പോൾ എന്നെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിതിനെ വിടാൻ പോവാണേ. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള ഒരു കൊക്കാണ് ഇത്. നല്ല രസമാണ്. ഇത് മൊത്തം കൊളയട്ടെ മുഴുവൻ തിന്നുന്നുണ്ടായിരുന്നു. കാക്ക മുഴുവൻ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. നമുക്ക് ഇതിപ്പോൾ കാക്കയുടെ ഞോണ്ടിട്ടാണ് സാധ്യതയുണ്ട്. ഹിമാക്സ് ഇരിപ്പുണ്ടോ അമ്മേ? അമ്മോ ഹിമാക്സ് ഉണ്ടോ? ഉണ്ടോ? തമ്പിച്ചോ ഹിമാക്സ് ഉണ്ടോ? ഹിമാക്സ് മറ്റേ പശുവിന്റെ മുറിവിന് തേക്കുന്ന ആ മരുന്നുണ്ടോ? അതിന് സ്പ്രേ ഉണ്ടോ? മറ്റേ മഞ്ഞ സ്പ്രേ ഇല്ലേ? എന്നെ തേക്കാനൊന്നുമില്ല. ആണോ? കൊത്തരുത്. ഞങ്ങൾ നിന്നെ രക്ഷിച്ചതാണ്. ശല്യപ്പെടുത്തരുത്. തുറന്നു വിടാം. ഇവിടെ തന്നെ വിട്ടേക്കാം അല്ലേ? ഇവിടെ തന്നെ വിട്ടേക്കാം. അപ്പോൾ ഞങ്ങളിതിനെ തുറന്നു വിടുകയാണ്. ഇതേ അതിൽ പോവെന്നറിഞ്ഞുകൂടാ. അയ്യോ ചത്തുവോ? അത് നേരെ വെള്ളത്തിലൂടെ കഴിയോ? അപ്പോൾ ഞങ്ങളിങ്ങനെ തുറന്നു വിട്ടു. ഞങ്ങളുടെ കുളത്തിലോട്ട് തന്നെ അത് വീണ്. ഇച്ചിരി ഇച്ചിരി അവശതയുണ്ട് അതിന് കേട്ടോ. പേടിയാ നമ്മളെ പേടിച്ചു പോയി. മനുഷ്യനെ പേടിയാ. അപ്പം മാറിയേക്കാം തന്നെ. അത് ചത്തു പോകാണ്ടിരുന്ന മതി. അപ്പം നന്ദി കേട്ടോ. താങ്ക് യു. ഓക്കെ. അപ്പോൾ ഞങ്ങൾ അതിനെ വിട്ടു കേട്ടോ. തുറന്നു വിട്ടു ഞങ്ങൾ. ഇത് നമ്മുടെ കുളമാണേ. പതുക്കെ പൊക്കോ. രക്ഷപ്പെട്ടോ. കുളത്തിൽ വീടുണ്ടായിരുന്നു. രക്ഷപ്പെട്ടോ. ഇനി കുളത്തിൽ പോവായിരിക്കോ? ആ